ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇതൊരു എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറിയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഇന്നൊരു 5 വയസ്സായ ഒരു കുഞ്ഞിനുള്ള ഡ്രസ്സ് എംബ്രോയ്ഡറി ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ നെക്കൊക്കെ നെക്കിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ഞാൻ അതിനകത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അവിടെ മൊത്തം ഡിസൈനൊക്കെ കൊടുത്ത് ഒരു കുഞ്ഞ് മോഡൽ ചെയ്ത് നമുക്ക് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ആരി നീഡിൽ യൂസ് ചെയ്ത് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടുള്ളതല്ല, ഞാൻ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്ക് ആരി നീഡിൽ യൂസ് ചെയ്ത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് മൈൽ ഇത്തിരി പാടാണ്. ചെയ്ത് പോകുമ്പം അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിങ്ങനെ പോകും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ആദ്യം തന്നെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ത്രെഡ് ഇങ്ങോട്ട് മുകളിലോട്ട് ചില സമയത്ത് കയറി വരത്തില്ല. ചെയ്യേ പോകെ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോവും. അങ്ങനെ ഞാൻ എൻ്റെ ചെയിൻ സ്റ്റിച്ച് അവസാന ഭാഗത്തോട് അടുക്കുകയാണ്. ഞാൻ അങ്ങനെ എൻ്റെ ആ ചെയിൻ സ്റ്റിച്ച് ഒരുവിധം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു നെക്കിൻ്റെ ആ ഒരു നമ്മൾ കഴുത്ത് വെട്ടത്തില്ലേ, അതിൻ്റെ ആ ഒരു മോഡൽ ചെയ്ത് അതിനുശേഷം ഞാൻ കട്ട് ബീഡ്സ്, ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു മോഡലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് ആരി നീഡിലല്ല, ഞാൻ നമ്മൾ ഏറ്റവും കനം കുറഞ്ഞൊരു നീഡിൽ, ആ നീഡിലാണ് എടുത്തിട്ടുള്ളത്. ആ നീഡിലും നമ്മൾ മെറ്റീരിയലിന് മാച്ചായിട്ടുള്ള ഗ്രീൻ കളർ ത്രെഡും കൂടെയാണ് എടുത്തിട്ടുള്ളൂ. അപ്പം അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മോഡൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്, വലിയ പാടൊന്നുമില്ല ചെയ്യാൻ. അപ്പം അതാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഏകദേശം ഞാൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ റൗണ്ട് മോഡൽ ഷേപ്പിലുള്ള ബീഡ്സും, റൈസ് ബീഡ്സ് അല്ലെങ്കിൽ വീറ്റ് ബീഡ്സ് എന്നൊക്കെ പറയും, അതും ഷുഗർ ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ അതിന് മുകളിലോട്ടായിട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആദ്യം ബോൾ ഷേപ്പിലുള്ള ബീഡ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ ബീഡ്സാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്തതിലായിട്ടാണ് നമ്മൾ 2 റൈസ് ബീഡ്സ് അപ്പുറവും ഇപ്പുറവും 2 സൈഡിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ റൗണ്ട് ഷേപ്പിലുള്ള ബോൾ ഷേപ്പിലുള്ള ബീഡ്സ് വെച്ച് അതിൻ്റെ മുകളിൽ ഷുഗർ ബീഡ്സ് വെച്ച് അങ്ങനെയാണ് ഞാൻ ഈ മോഡൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് വീഡിയോ എടുത്തതിൽ പോരായ്മകളുണ്ട്. കാരണം ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം വീഡിയോയിൽ ഇപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ നമുക്കത് ശ്രദ്ധിച്ചോളാം. ഈ നീഡിലാണ് ഞാൻ ഏറ്റവും കനം കുറഞ്ഞ നീഡിലാണ് കേട്ടോ. ആ നീഡിലാണ് ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ നീഡിൽ വെച്ചാണ് ഞാൻ ഈ രണ്ടാമത് കാണിച്ച ഈ വർക്ക് അത്രയും ചെയ്തത്. എളുപ്പമാണ്, പാടൊന്നുമില്ല, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ പോയി പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഓരോ വീഡിയോകൾ കണ്ട് പഠിച്ചതാണ്. പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പോയി പഠിക്കും. ഷുഗർ ബീഡ്സാണ് ഇപ്പോൾ വെച്ചത്. ആ വർക്ക്, ആ ഒരു മോഡൽ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെയൊക്കെ സെൻറ്ററിലൊക്കെ ആയിട്ട് ആ ഗ്യാപ്പുള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഷുഗർ ബീഡ്സ്, ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബീഡ്സ് വെച്ച് നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാം. ആ നീഡിൽ തന്നെ യൂസ് ചെയ്ത് നമുക്ക് വയ്ക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും അവസാനം.
അപ്പോൾ ഇതാണ് എൻ്റെ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ഫൈനൽ ലുക്കല്ല, നമ്മൾ ചെയ്ത ആ ഒരു നെക്കിൻ്റെ ഫൈനൽ ലുക്കാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി നമുക്കിതൊരു കുഞ്ഞ് ടോപ്പായിട്ട്, കുഞ്ഞുടുപ്പായിട്ട് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ലൈനിങ്ങിൻ്റെ തുണി ആദ്യമേ നെക്കൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. എൻ്റെ ഷോൾഡറും എല്ലാം സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നെക്ക്. നമ്മൾ കുറച്ച് മുന്നേ എംബ്രോയിഡറി ചെയ്ത നെക്കാണ്. അതിനുശേഷം ഇത് ബാക്ക് പാർട്ടാണ് കേട്ടോ. ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ആണ്. ഈ ഒരു മോഡൽ കഴുത്ത് ചെയ്യാനാണ് ഞാൻ ബാക്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിനി അത് കട്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ലൈനിങ്ങിൻ്റെ ആ ഒരു പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ബാക്ക് പോർഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിത് മെയിൻ മെറ്റീരിയലുമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മൾ ബാക്ക് പോർഷൻ വരുന്നത്. നമുക്ക് ഈ സെൻറ്ററിലായിട്ടൊരു ഒരു വലിയ റിബൺ കൂടി ഉണ്ടാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ആ റിബൺ കൂടെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഉടുപ്പ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് കൊണ്ടുപോയി ആ റിബൺ കൂടി വെച്ചിട്ട് വരാം. അപ്പം ഞാൻ റിബൺ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത്തിരി വലുതായിപ്പോൾ എന്നാണ് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ലാതെ വയ്ക്കാം. എനിക്കൊരു ഭംഗി പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ റിബൺ വെച്ച് നമുക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷൻ്റെയൊക്കെ ഷോൾഡർ തമ്മിൽ വെച്ച് നമുക്ക് അടിക്കണം. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ നമുക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ വെച്ച് അടിച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അതിൻ്റെ അടിയിലായിട്ട് ഈ മുത്തുകൾ നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ മുത്തുകൾ ഡ്രസ്സിന് മാച്ചാണ്. നല്ല ഭംഗിയായിരിക്കും വെച്ച് തീരുമ്പോൾ കാണാനായിട്ട്. അപ്പം നമുക്ക് ഞാനതൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി എൻ്റെ കുഞ്ഞുടുപ്പിൻ്റെ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ഉടുപ്പാണത്. ബാക്കിൽ റിബണൊക്കെ വെച്ചിട്ടുണ്ട്. കഴുത്തൊക്കെ ഇത്തിരി ഇറങ്ങിയ കഴുത്താണ് കേട്ടോ. കഴുത്തൊക്കെ ഇറക്കിയിട്ടുണ്ട്. റിബണൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാക്ക് പോർഷൻ. അപ്പം ഇതാണ് ഞാൻ ഒരു യുദ്ധം ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്തെടുത്ത എൻ്റെ കുഞ്ഞുടുപ്പ്.